ഇങ്ങനെയുള്ള പഴയ ഡയറി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയോ, അതിനെ നമുക്ക് ഇങ്ങനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഒരു ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് ഡയറിയിലോട്ട് ജസ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണോ റാപ്പ് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിനകത്ത് കുറച്ച് അലങ്കാര പരിപാടിക്കായിട്ട് നമുക്കൊരു റിബൺ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിബണിൽ കുറച്ച് കട്ട് ബീഡ്സ് കൊടുത്തു. അതിനുശേഷം റിബൺ ഡയറിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡയറിയിലും കുറച്ച് കട്ട് ബീഡ്സ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഒറ്റ ബീഡ്സ് വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ആ ഒരു പ്ലാൻ മാറ്റി ആ കട്ട് ബീഡ്സിൻ്റെ എണ്ണം 2ആയി. പിന്നെ അത് മാറി 3ആയി. നമ്മുടെ ബീഡ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ ഡയറിയുടെ ലുക്കും മാറി വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ബാഗ് എടുത്തപ്പോൾ വെറും പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ അവിടെ ഒരു റിബൺ വരച്ചിട്ട് അതിനകത്ത് ഫുള്ള് ബീഡ്സുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടായിരുന്നു. അറ്റാച്ച് ചെയ്ത് കൊടുത്തുന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടം വരെ എല്ലാം ശരിയായിരുന്നു. അടുത്ത റിബൺ വരച്ചപ്പോഴാണ് ആ പണി കിട്ടിയത്. നമ്മുടെ കട്ട് ബീഡ്സ് അങ്ങോട്ട് തീർന്നുപോയി. അപ്പോൾ വേറെ കട്ട് ബീഡ്സ് ഒന്നും ഇതിനകത്ത് മാച്ച് ആവാത്തതുകൊണ്ട് നമുക്ക് ഈ വർക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷനും നമുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിനിഷ് ആവാത്ത നമ്മുടെ വർക്ക് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.